സുരേഷ് ഗോപിക്കൊപ്പം വേദി പങ്കിടുന്ന CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബിയുടെ ചിത്രം ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരകാലത്തേതാണ്. UDF സർക്കാരിന്റെ കാലത്താണ് പദ്ധതി കൊണ്ടുവരുന്നത്. സ്വകാര്യ കമ്പനിക്ക് ആറന്മുളയിലെ കൃഷിഭൂമി തീരെഴുതുന്ന കടുത്ത പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന വിമാനത്താവള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോയ സാഹചര്യത്തിലാണ് ജനകീയ സമരം ആരംഭിക്കുന്നത്. UDF ഘടക കക്ഷികൾ ഒഴികെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും വിവിധ സമുദായ സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും സമരത്തിന്റെ ഭാഗമായി. കുമ്മനം രാജശേഖരനൊക്കെ സമരത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു. അവരോടൊപ്പമാണ് CPM-ഉം കൈകോർത്തത്. ഇനി ചില ചോദ്യങ്ങൾ. 1. ജനകീയ സമരവേദികളിൽ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ചു വന്നാൽ അത് അവിശുദ്ധ കൂട്ടുകെട്ടാകുമോ? 2. BJP നേതാക്കൾ സമരത്തിൽ പങ്കെടുത്താൽ അത് BJP സ്പോൺസേഡ് സമരമാകുമോ? 3. BJP-യും CPIM-ഉം CPI-യും RSP-യും SUC-യും അടക്കം ഭാഗമായിരുന്ന ആറന്മുള സമരം അന്നത്തെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായ മഴവിൽ സഖ്യമായിരുന്നു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടക്കുന്ന ആശാപ്രവർത്തകരുടെ സമരത്തെ നേരിടുവാനായി CPM ഉയർത്തുന്ന ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓർക്കണം, ആശാ സമരം സംയുക്ത സമരം പോലുമല്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ സമരമാണ്. ഇപ്പോഴത്തെ അവരുടെ ആവശ്യം അടിസ്ഥാന വേതനം കൂട്ടുക എന്നതാണ്. അത് കൂട്ടേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് കൂട്ടിയിട്ടുള്ളതും സംസ്ഥാന സർക്കാരാണ്. അത് കൂട്ടേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണെന്ന് UDF ഭരണകാലത്ത് പറഞ്ഞത് CITU ആണ്. കൂട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ CITU-വും സമരം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആശമാരും ചെയ്യുന്നുള്ളൂ. പറഞ്ഞു വന്നത്, ജനകീയ സമരങ്ങളുടെ പ്രായോഗിക പരിപാടി CPM-ന് അറിയാത്തതൊന്നുമല്ല. സമരം ചെയ്യുന്നവർക്ക് മാവോയിസ്റ്റുകൾ, തീവ്രവാദികൾ, BJP-ക്കാർ, മലപ്പുറംകാർ എന്നൊക്കെ ഇവർ കാലങ്ങളായി കൊടുക്കുന്ന ടാഗുകളാണ്. എതിർക്കുന്നവരൊക്കെ ഗൂഢാലോചനക്കാർ, അട്ടിമറി സംഘം, സംസ്ഥാന വിരുദ്ധർ എന്ന സംഘി മോഡൽ ചാപ്പ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് തുടരും.